എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഈ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം. മഴക്കാലത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അഡീനിയം ചീഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മഴയൊക്കെ അല്പം മാറിയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അഡീനിയത്തിൽ വീണ്ടും മൊട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ മഴ ആയതുകൊണ്ട് തന്നെ അതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ 2-3 പൂവേ ഉള്ളൂ. ഇലകളൊക്കെ പൊഴിഞ്ഞു പോകുന്നതുമുണ്ട്. മഴക്കാലത്ത് സാധാരണ കാണുന്ന കാഴ്ചയാണിത്. ഇലകൾ പൊഴിച്ച് കളയും. ഇതിന് നല്ല വെയിൽ ആവശ്യമാണ്. ഇതിന് മഴ ഒട്ടും അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക. എനിക്ക് വെയിലാണെങ്കിൽ പോലും ഈ ഷെയ്ഡിൽ നല്ല വെയിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഈ സ്ഥലത്ത് തന്നെയാണ് ചെടികൾ വെച്ചിരുന്നത്. പൊട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ മെറ്റലും മണലുമൊക്കെ മിക്സ് ചെയ്ത് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് മഴയത്തും നന്നായി വളർത്തിയെടുക്കാം. ഞാൻ നേരത്തെ പ്രൂണിങ് ചെയ്ത് നിർത്തിയിരുന്ന ചെടിയാണിത്. നേരത്തെ പ്രൂണിങ് ചെയ്ത വീഡിയോയ്ക്ക് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കാം. അത് ഒന്ന് കണ്ടു നോക്കൂ. ഈ മഴ സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ചെടികൾക്ക് ഏതൊരു വിധത്തിലുള്ള വളവും ഇട്ട് കൊടുക്കരുത്. മഴ ആയതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് ജൈവവളമോ രാസവളമോ ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഇനി മഴയൊക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് ചെടികൾക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം. ഷെയ്ഡിൽ ഇരുന്നാലും അല്പമൊക്കെ നമുക്ക് ഈ ചെടികളിൽ വെള്ളം വീഴാറുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഈർപ്പമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാറ്. നിങ്ങളും ഈ മഴക്കാലത്ത് അതിൻ്റെ ചുവട്ടിൽ വെള്ളമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് വളം മാത്രമല്ല പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കരുത്. ഈ സമയത്ത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് വീണ്ടും ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് കട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. എൻ്റെ ഒരു അഡീനിയം പ്ലാന്റ് ഈ മഴ സമയത്ത് അഴുകി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. സാധാരണയായി നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുന്ന ഒരു ഫംഗിസൈഡാണ് സാഫ്. ഇത് ആരുടെയെങ്കിലും കയ്യിൽ ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഓൺലൈനായിട്ടും നഴ്സറികളിലും ലഭിക്കും. സാഫ് 1 സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ ഇലകളിലും ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്.